യമൻ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ വിധിച്ചതിന് ശേഷമാണ്. അപ്പോൾ യമനെ പറ്റിയിട്ട് പലരും പറയുന്നുണ്ട്, വലിയ പ്രശ്നം പിടിച്ച രാജ്യമാണ്, അവിടെ ശരിയത്ത് നിയമമൊക്കെയാണ്, പല പ്രവിശ്യകളും പലരുടെയും കീഴിലാണ്. ശരിക്കും യമനിൽ എന്താ സംഭവിക്കുന്നത്? യമൻ എന്ന് പറയുന്ന രാജ്യത്താണ് ഹൂതികൾ കൂടുതലുള്ളത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള രാജ്യമാണ് അവിടെ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പാവകളാണ്, പാവ ഭരണകൂടം എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യം പറഞ്ഞപ്പോൾ നിമിഷപ്രിയ കോടതിയിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ, വധശിക്ഷയ്ക്കൊക്കെ വിധിക്കപ്പെടുമ്പോൾ ആയിരങ്ങളാണ്, ഈ ഗോത്രവർഗ്ഗങ്ങളാണ് അവിടെ കൂടുതൽ. ഗോത്രം എന്ന് പറയുമ്പോൾ അപരിഷ്കൃതരല്ല, അവിടെ അങ്ങനെയാണ്. ഈ ഷിയ ഒക്കെ ഒരു ഗോത്രമായിരുന്നു, ഷിയ സുന്നി എന്ന് പറയുന്ന പോലെ അവിടെയും ഒരു ഗോത്ര വിഭാഗങ്ങളാണ്. അപ്പോൾ ഇവരെ കൊണ്ടുവരുമ്പോൾ അവളെ കൊല്ലൂ എന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ചുകൊണ്ടാണ് ഈ ഗോത്ര വിഭാഗങ്ങളൊക്കെയും എന്താ പറയാ, നമ്മൾ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലണമെന്നൊക്കെ പറയില്ല, അത്രത്തോളം ഒരു രൂക്ഷമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജഡ്ജിമാർ പോലും, അവിടുത്തെ പ്രാദേശിക കോടതികളിലെ ജഡ്ജിമാർക്ക് പോലും ഈ ഗോത്ര വിഭാഗങ്ങളെ, അവരുടെ തലവന്മാരെയൊക്കെ പേടിയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. നമ്മൾ ഇവിടെ നിന്ന് ഇടക്ക് പറയാറുണ്ട്, ഈ ഹൂതികൾക്ക് നേരെ മിസൈൽ വിട്ട കാര്യമൊക്കെ ഇസ്രായേലിൻ്റെ ഏതായിട്ട്. അപ്പോൾ ഈ ഹൂതികൾ അത്ര നിസ്സാരക്കാരല്ല. ഈ പറയുന്ന ഗോത്രം ആണ്, അത് യോജിച്ചുണ്ടായതാണെങ്കിൽ പോലും അത്രയും പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവരെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ യമൻ എന്ന് പറയുന്നത് ഷിയ എന്ന് ISIS എന്ന് പറയുന്ന അവരുടെ തന്നെ ഒരു വിഭാഗമായിട്ടുള്ള ഹൂതികളുടെ സൈനിക നിയന്ത്രണത്തിലാണ് ഉള്ളത്. അപ്പോൾ പലരും ചോദിക്കുന്നത് ഇതുപോലെ തന്നെയാണ്, എന്തുകൊണ്ടാണ് യമനിൽ നിന്ന് നമുക്ക് നിമിഷപ്രിയയെ കൊണ്ടുവരാൻ പറ്റാത്തത്? മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കേന്ദ്ര തലത്തിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു എന്നൊക്കെ പറയും. പക്ഷേ അവിടെ നമുക്കൊരു എംബസി ഇല്ല. അങ്ങനെ ഒരു എംബസി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രമല്ല യമൻ എന്ന് പറയുന്നത്. ആ യമൻ, അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇത് സംയോജിപ്പിക്കുന്നത് ഇറാനും സൗദി അറേബ്യയൊക്കെയാണ്. അവരാണ് അവിടുത്തെ എംബസികൾ വഴിയാണ് ഇവിടെയുള്ള ഗോത്ര വിഭാഗങ്ങളുടെ തലവന്മാർ വഴി. കഴിഞ്ഞ ദിവസവും വന്ന സ്റ്റേറ്റ്മെന്റ് അതാണ്. കാന്തപുരം പറഞ്ഞപ്പോഴും അവിടുത്തെ ഈ ഗോത്ര വിഭാഗത്തിന്റെ അവരുടെ തലവനുമായിട്ട് സംസാരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് അവിടെ മറ്റൊന്നിനും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ആഭ്യന്തര യുദ്ധം നടക്കുന്നത് പോലെ തന്നെ പല പ്രവിശ്യകളിലും ഭരണകൂടമില്ലായ്ക ഒക്കെ ഉണ്ട്. മാത്രമല്ല, ഇവിടെ ഈ രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയ രാജ്യമാണ്. അവിടെ ശതകോടികളുടെ എണ്ണ നിക്ഷേപവും ധാതു നിക്ഷേപവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും എന്താ പറയാ, മുതലാക്കി ആ രാജ്യത്തിനെ വളർന്നു വരാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവിടെയുള്ളത്. ഈ കൃത്യമായ ഒരു വിചാരണ പോലും നടത്താതെയുള്ള വധശിക്ഷാ പ്രഖ്യാപനങ്ങളാണ് അവിടെ നടക്കാറുള്ളത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ നിമിഷപ്രിയയുടെ മോചനത്തിലും തടസ്സമാകുന്ന ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളാണ്. കാരണം ഒരു നിയമമല്ല അവിടെ, ശരിയത്ത് നിയമമുണ്ട്, പിന്നെ പഴയ ഈജിപ്തിന്റെ നിയമമുണ്ട്, നെപ്പോളിയൻ നിയമമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയുള്ള ഒരു സങ്കര ഇനമാണ് യമനിലുള്ളത്. ഏത് പ്രവിശ്യയിൽ ഏത് തരത്തിലുള്ള നിയമം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല, ആ രീതിയിലാണ്. അപ്പൊ ഭരണഘടനയിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കുന്ന ഒരു രാജ്യമാണ് എന്ന് പറയേണ്ടി വരും യമൻ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ വധശിക്ഷ എന്ന് പറയുമ്പോൾ എപ്പോഴും ആ പുരുഷന്മാർ പറയുന്ന രീതി എന്താണോ അതിനെ മാനിച്ചുകൊണ്ടാണ് അവിടെ വധശിക്ഷയും നടപ്പാക്കുന്നത്. ഈ താലിബാനിസം ഉള്ളിടത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊരു അംഗീകാരമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ അവസ്ഥ യമനിലും ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹൂതികൾ നിയന്ത്രിക്കുന്ന ഈ രാജ്യത്ത് ചെറിയ കേസുകൾക്കാണെങ്കിൽ ജഡ്ജിയേ ഇല്ല. ചെറിയ കേസുകളൊക്കെ ചെറിയ കേസൊന്നും അവിടെ ഒരു കേസേ അല്ല, ആ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ക്രിമിനൽ കേസുകൾ വിധിക്കാൻ വേണ്ടി മാത്രം ജഡ്ജികൾ ഉണ്ടാകും. അപ്പീൽ അവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കപ്പെടാറില്ല. മാത്രമല്ല, യമനിൽ ജുഡീഷ്യറി ഒക്കെയാണ് നിയന്ത്രിക്കുന്നത് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് കൗൺസിൽ, സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ എന്നിവരൊക്കെ ചേർന്നിട്ടാണ് ഇതെല്ലാം കൂടി ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. ജഡ്ജിമാരെ നിയമിക്കാനും പുറത്താക്കാനും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് അധികാരമുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന അവിടുത്തെ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നതിൽ ഭൂരിഭാഗവും ഗോത്ര വിഭാഗങ്ങളുടെ തലവന്മാരായിരിക്കും. അപ്പൊ ഈ ഗോത്ര വിഭാഗവും ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ ജഡ്ജിമാരുടെ നിയമനം പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. യമനിലെ ഗോത്ര നിയമങ്ങൾക്കും വലിയ അംഗീകാരം നീതിന്യായ വ്യവസ്ഥയിലുണ്ട്, അവരുടെ നീതിന്യായ വ്യവസ്ഥയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന നിയമത്തിനുമൊക്കെ മേലെ, അതുക്കും മേലെ എന്ന് പറയുന്ന പോലെയാണ് ഗോത്ര തലവന്മാരുടെ ഒരു
എന്താ പറയുക, അവരുടെ സ്വാധീനം, അവരുടെ അംഗീകാരം എന്ന് പറയുന്നത് നിയമത്തിനു മേലെയാണ്. അവർ നിയമം പറയുന്നതിനും മേലെ അവരെ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ്. അന്തിമമായിട്ടുള്ളത്, അതാണ് എൻ്റെ വാക്ക്. അപ്പോൾ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിവിഷണൽ കോടതികളുണ്ടാവും, പ്രവിശ്യ കോടതികളുണ്ട്, സൈനിക കോടതികളുണ്ട്, ക്രിമിനൽ, കുടുംബം, ജുവനൈൽ, കാർഷികം, പാർപ്പിടം, അങ്ങനെ വിവിധ തരത്തിലുള്ള കോടതികളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ചെറിയ സിവിൽ നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതികളാണ് അവിടെ. പ്രവിശ്യ കോടതികൾ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയിട്ട് ഗുരുതരമായ കേസുകളൊക്കെ കൈകാര്യം ചെയ്യും. അനന്തരാവകാശ തർക്കങ്ങൾ മജിസ്ട്രേറ്റ് കോടതികളിൽ നിന്നുള്ള അപ്പീലുകളൊക്കെ പരിഗണിക്കുന്നതാണ്. ഇസ്ലാമിക നിയമം ഉപയോഗിക്കുന്ന ശരീഅത്ത് കോടതികളും പരമ്പരാഗത നിയമം പ്രയോഗിക്കുന്ന ഗോത്ര കോടതികളും യമനിലുണ്ട്. പക്ഷേ ഈ കോടതി പ്രവർത്തിക്കുന്നതും ഗോത്രത്തിന്റെ വികാരത്തിന് അനുസരിച്ചാണ്. ആ ഗോത്രത്തിന്റെ വികാരം മാത്രമാണ് അവരുടെ വിധിയിൽ പ്രകടമാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ കോടതികൾക്ക് കീഴിൽ ന്യായമായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും പലപ്പോഴും പാലിക്കപ്പെടാറില്ല. ഇപ്പോൾ 2018 ജൂണിലാണ് യമനിലെ പ്രാദേശിക കോടതി നിമിഷപ്രിയയ്ക്ക് കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. 2020 അത് സനയിലെ ട്രയൽ കോടതി വിധി ശരിവെക്കുകയാണ്. 2023 നവംബറിൽ യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷയുടെ അപ്പീൽ തള്ളിക്കളയുകയും ആ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. 2024 യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമി വധശിക്ഷയ്ക്ക് അംഗീകാരവും നൽകി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് മാപ്പ് നൽകാൻ അധികാരമുള്ളത് യമൻ പ്രസിഡന്റിന് മാത്രമാണ്. ആ യമൻ പ്രസിഡന്റാണ് അത് ശരിവെച്ചിട്ടുള്ളത്. അപ്പോൾ കൂടാതെ രാജ്യത്തെ ഏത് കോടതി ആർക്ക് വധശിക്ഷ വിധിച്ചാലും അത് പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ നടപ്പിലാക്കാനും കഴിയുള്ളൂ. ഇപ്പോൾ ഹൂതി ഭരണത്തിൽ രാഷ്ട്രീയ നേതൃത്വം തീർത്തും ദുർബലവുമാണ് അവിടെ. യമനുമായിട്ട് ഇന്ത്യക്ക് നയതന്ത്ര ബന്ധങ്ങളൊന്നുമില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, അവിടെ നമുക്കൊരു എംബസി പോലുമില്ല. തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ജിബൂട്ടി, സൗദി എംബസി ഒക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ UAE-യും ഖത്തറും സൗദി അറേബ്യയും ഏറെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നും ഗോത്ര ജീവിതം തന്നെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗോത്രജീവികൾ, അതായത് ഗോത്ര വിഭാഗത്തിലൂടെ പിന്തുടർന്നു പോകുന്ന അവർ മനുഷ്യ ജീവികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. അപ്പോൾ അവര് യമൻ ജനസംഖ്യയുടെ 85% അവർ തന്നെയാണ്, ഗോത്ര വിഭാഗങ്ങളാണ് ഇതെല്ലാം കൈയാളുന്നത്. അപ്പൊ 200ഓളം ഗോത്രങ്ങൾ ഈ മണ്ണിലുണ്ട്. 200 ഗോത്രങ്ങൾ ഈ മണ്ണിലുണ്ട്. അവർ തമ്മിലുള്ള യുദ്ധത്തിന്റെ പേരിലും ഒരുപാട് പേർക്ക് ജീവൻ അവിടെ നഷ്ടമാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാമീണ യമനിൽ ഭരണകൂട അധികാരമൊക്കെ വളരെ ദുർബലവുമാണ്. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പലപ്പോഴും അക്രമത്തിലൂടെയാണ് പരിഹരിക്കപ്പെടുന്നത് എന്നുള്ളതുമൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഓരോ വീട്ടിലും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതുണ്ട്. അടിക്കടി വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഒരു വീട്ടിൽ ഒരു തോക്കെങ്കിലും ഉണ്ടാവും. അപ്പോൾ കിട്ടുന്ന സമയത്ത് വെക്കട നെഞ്ചത്ത് വെടി എന്ന് പറയുന്ന പോലെ അവർ തന്നെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. ഗോത്ര തലവന്മാർക്കൊക്കെ വിപുലമായ അധികാരങ്ങളാണ് അവിടെയുള്ളത്. ഗോത്ര നിയമങ്ങൾക്കും വലിയ വിലയുണ്ട്. സാധാരണ ശരീഅത്ത് നിയമം അനുസരിച്ച് കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബം ദയാധനം വാങ്ങിയോ അല്ലാതെയോ ക്ഷമിച്ചാൽ വധശിക്ഷ ഒഴിവാക്കപ്പെടും. പക്ഷെ അവിടെ ക്ഷമ എന്നുള്ളത് നിമിഷപ്രിയയുടെ കുടുംബത്തിന്, നിമിഷപ്രിയയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ പക്ഷെ ആ യമൻ നിയമങ്ങൾ അനുസരിച്ച് ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും മാപ്പ് നൽകണമെന്ന് മാത്രമല്ല ഗോത്രവും ക്ഷമിക്കണം. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നിമിഷപ്രിയയുടെ തലാലിന്റെ സഹോദരൻ അവിടെ ക്ഷമിച്ചിട്ടില്ല. തലാലിന്റെ സഹോദരൻ ക്ഷമിക്കണം, കുടുംബം ക്ഷമിക്കണം, ആ ഗോത്രം മുഴുവനും ക്ഷമിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഗോത്രം ക്ഷമിക്കണമെന്ന നിയമത്തിന്റെ പേരിൽ പല തട്ടിപ്പുകളും അവിടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ഒരു ശ്രീലങ്കൻ പൗരനുണ്ടായിരുന്നു. ദയാധനത്തിന്റെ അഡ്വാൻസ് വാങ്ങി ചില ഗോത്ര നേതാക്കൾ മുങ്ങുകയും ചെയ്ത ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാശ് പോവുകയും ചെയ്തു, അയാളുടെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. സദാസമയം തോക്ക് കൊണ്ട് നടക്കുന്നവരെ നമുക്ക് അവിടെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു അവസ്ഥ. കടുത്തൊരു എന്താ പറയുക പാട്രിയാർക്കിയിലാണ് കുടുംബ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ സാധാരണയായിട്ട് ഒരൊറ്റ വാസസ്ഥലത്തോ കുടുംബ വളപ്പിലോ താമസിക്കുന്ന വിപുലീകൃതമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു കൂട്ടുകുടുംബമാണ് അവിടെ ഉണ്ടാവുക. കുടുംബം നാഥൻ എപ്പോഴും പതിവ് പോലെ തന്നെ മൂത്ത പുരുഷനായിരിക്കുകയും ഒക്കെ ചെയ്യും. ഈ ഒരു തരം ലഹരിയില കിട്ടും അവിടെ. ആ ലഹരിയില ചവച്ചുകൊണ്ടാണ് ഇവരെ എപ്പോഴും നടക്കുന്നതൊക്കെ. അപ്പൊ പൊതുരീതി, പുരുഷന്മാരുടെ ഒരു പൊതുരീതി അതായിരിക്കും. ഗാറ്റ് പാർട്ടിയ അല്ലെങ്കിൽ ഗാറ്റ് ച്യൂ എന്നാണ് ഈ പറയുന്ന ലഹരി പദാർത്ഥത്തിന് പറയുന്ന ഒരു പേര് എന്നുള്ളത്. ഉച്ച കഴിഞ്ഞ് പ്രധാന ഭക്ഷണത്തിന് ശേഷം പ്രധാന ജോലിയായിട്ട് ഇതങ്ങ് ആരംഭിക്കുകയാണ്. ഈ ചവ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ചവച്ച് അതിന്റെ ലഹരിയിലെങ്ങനെ ആണ്ടിങ്ങനെ അവർ പോകും. അപ്പോൾ പലപ്പോഴും വൈകുന്നേരം വരെ ഈ പറയുന്നത് പോലെ ഇതൊക്കെ നീണ്ടു നിൽക്കും. ഈ ഗോസിപ്പ്, രാഷ്ട്രീയം, ഒത്തുതീർപ്പുകൾ, സംഗീതം, കവിത തുടങ്ങിയവയൊക്കെ ഈ പാർട്ടികളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ഇവർക്ക് പാർട്ടി ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്.
അപ്പോൾ നമ്മുടെ നാട്ടിലെ വെള്ളമുടി പാർട്ടി പോലെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വൈകിട്ട് എന്താ പരിപാടി, അത് അവിടെ അവർ ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം എന്താ പരിപാടി എന്ന് ചോദിക്കും. അപ്പോൾ സ്ത്രീകളാണ് കുടുംബമൊക്കെ നോക്കുന്നതെങ്കിലും സാമൂഹിക പുരോഗതിയിൽ സ്ത്രീകൾ പുറകിൽ തന്നെയാണ് നിൽക്കുന്നതൊക്കെയും. ഇന്ന് ലോകത്ത് ഉയർന്ന വധശിക്ഷാ നിരക്കിന് കുപ്രസിദ്ധമായ ഒരു രാജ്യം കൂടിയാണ് യമൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രായപൂർത്തിയാകാത്തവരെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നവരെയും സാമൂഹിക മാനസിക വൈകല്യങ്ങൾ ഉള്ളവരെയും വരെ വധശിക്ഷയ്ക്ക് എന്താ പറയാ വിധേയമാക്കാൻ അവർക്ക് യാതൊരു തരത്തിലുമുള്ള മടിയില്ല. പ്രാകൃത സമൂഹമാണ്. നടപ്പൊക്കെ കെട്ടിലും മട്ടിലും ലുക്കാണെങ്കിലും പക്ഷെ കയ്യിലിരിപ്പ് ഇങ്ങനത്തെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നടപടിക്രമങ്ങളോ ലംഘനം, നിർബന്ധിത കുറ്റസമ്മതം, പരിമിതമായിട്ടുള്ള നിയമസഹായം തുടങ്ങി നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ കൂടി ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ പലപ്പോഴും രംഗത്തെത്തി. പക്ഷെ അതൊന്നും ഇവരെ സംബന്ധിച്ച ഒരു പ്രശ്നമേ അല്ല. കൊലപാതകം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തീവ്രവാദം, ബലാത്സംഗം, ലഹരി കൈവശം വയ്ക്കൽ, സ്വവർഗരതി, രാജ്യദ്രോഹം, ചാരവൃത്തി, സൈനിക കുറ്റകൃത്യങ്ങൾ എന്നീ കുറ്റങ്ങൾ ചെയ്ത പ്രതികൾക്ക് യമന്റെ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ വധശിക്ഷ വിധിക്കാനും കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള രീതികളാണ് ഈ പറയുന്ന നാട്ടിലുടനീളം നടക്കുന്നത്. ഈ നാട്ടിൽ നിന്നാണ് നമ്മൾ നിമിഷപ്രിയയെ തിരികെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് അത്രമാത്രം എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുത്താൽ പോലും ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള രീതികൾ പിന്തുടരുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇവരെ എത്തിക്കുക, അവർ ചെയ്തതും കടുംകൈയാണ്. അപ്പോൾ ആ കടുംകൈയെ കവച്ചു വെച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നും രക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയത്നമേറിയ ഒരു ജോലിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.